നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാനമ്രം നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ. മുതൽ ചുടല വരെ സമരങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നു വേണ്ട സകലതും കുട്ടിച്ചോറാക്കി. കുട്ടിക്ക് കല്ലേറ് കളി, മാഷന്മാർക്ക് ഷെയറു കളി, സർക്കാർ ജീവനക്കാർക്കാണിൽ കൈക്കൂലിക്കളി. ബസ്സിനുള്ളിൽ ജാക്കി കളി, കിളികൾക്ക് തട്ടുകളി, കോളേജു പിള്ളേർക്കാണേല് ഐസ്ക്രീമു കളി. കേരം തിങ്ങും കേരളത്തിൻ കലികാല വൈഭവങ്ങൾ കേരളത്തിൻ മക്കൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നു. പ്രജകൾക്കൊപ്പം നിങ്ങൾക്ക് ഏവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ തിരുമേനി, അവിടത്തേക്കും അപ്രകാരം എന്ന് തന്നെ വിശ്വസിക്കുന്നു. അല്ല തിരുമേനി, അങ്ങെന്താണ് ഈ സമയം തെറ്റിയ കാലത്ത് കേരളത്തിലേക്ക് എഴുന്നള്ളിരിക്കുന്നത്? അല്പം സമയം തെറ്റിച്ച് വന്നാലല്ലേ ജനങ്ങളെ നേരിട്ടറിയാൻ സാധിക്കൂ. അല്ലെങ്കിൽ അവർ എന്റെ വരവ് പ്രതീക്ഷിച്ച് നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചു നിൽക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സുഖ സൗകര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വെച്ചു. അതെ അതെ, അപ്രതീക്ഷിതമായി വരുമ്പോഴല്ലേ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റൂ. അതുമാത്രമല്ല, ഇലക്ഷൻ എല്ലാം അടുത്തോട്ട് വന്നല്ലോ. നോം ഇതുവരെയും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം അതൊന്ന് കാണാം, അതൊന്ന് അനുഭവിക്കാമെന്ന് വിചാരിച്ചു. രാജഭരണം ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് അഭിനവ രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ, ഈ ജനാധിപത്യ പ്രക്രിയ എന്താണെന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, ഓണക്കാലത്ത് വരുമ്പോൾ എന്നും മഴയും വെള്ളവും ചെളിയും കുണ്ടും കുഴിയും നടന്നു പോവാൻ സാധിക്കില്ല. അതേസമയം വേനൽക്കാലത്ത് വരുമ്പോൾ എന്ത് സുഖമാണ്, സുഖകരമായ നടത്തം, എവിടെ വേണമെങ്കിലും പോകാം. അതെ തിരുമേനി, അങ്ങ് പറയുന്നത് 100% സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം. മന്ത്രി, എവിടെ നമ്മുടെ കുതിരവണ്ടി?